ഒയാസിസിന് എന്തുകൊണ്ട് പാലക്കാട് ഡിസ്റ്റിലറി തുടങ്ങുവാൻ അനുമതി നൽകി? നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യ സ്പോൺസറായിരുന്നു മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസ് എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ. അതിൻ്റെ നന്ദി കാണിക്കുവാനാണ് MP രാജേഷ് പാലക്കാട് ഡിസ്റ്റിലറി തുടങ്ങുവാൻ ഒയാസിസിന് അനുമതി നൽകിയതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർക്കാർ അനുമതി നേടി പാലക്കാട് എലപ്പുള്ളിയിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഒയാസിസ് മദ്യ കമ്പനി ഉപതെരഞ്ഞെടുപ്പിൽ CPMന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സായിരുന്നു. ഒയാസിസ് മദ്യ കമ്പനിയുമായി ചേർന്ന് സർക്കാർ വലിയ കുംഭകോണത്തിനാണ് പദ്ധതിയിടുന്നത്. മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുള്ള CPM നിലവിൽ ജയിച്ച കോൺഗ്രസിനേക്കാൾ കോടിക്കണക്കിന് രൂപയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചിലവഴിച്ചത്. ഇതെല്ലാം ലഭ്യമാക്കിയത് വിവാദ കമ്പനി വഴിയാണ് എന്നും രാഹുൽ പറയുന്നു. കള്ളപ്പണ ഇടപാട് കേസിൽ ജയിലിൽ കിടന്ന ആളാണ് ഒയാസിസ് കമ്പനിയുടെ ഡയറക്ടർ. നാട്ടിലെ മുഴുവൻ തട്ടിപ്പുകാരും പിണറായി വിജയന്റെ വട്ടത്തിലേക്ക് വന്ന് ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും ഉൾപ്പെടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉള്ള കമ്പനിക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തന അനുമതി ലഭ്യമാക്കിയതെന്നും രാഹുൽ ചോദിക്കുന്നു. കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിൽ സർക്കാർ അനാവശ്യവും വൃത്തികെട്ടതുമായ ധൃതിയാണ് കാണിക്കുന്നത്. കൃഷിയെ സഹായിക്കുവാനാണ് പദ്ധതി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സർക്കാർ കൃഷിയിടങ്ങളിൽ കർഷകർക്ക് ഫുള്ളും ഹാഫും ഒഴിക്കുകയാണോ ചെയ്യേണ്ടുന്നത് എന്നും പരിഹസിച്ചു. മലമ്പുഴയിലെ ജലചൂഷണം പാടില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് സർക്കാർ മദ്യക്കമ്പനിക്ക് ജലം ഊറ്റുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്ദി കാണിക്കുന്നത് വേറെ വഴിക്കാവണം. കടുത്ത ജലദൗർബല്യം നേരിടുന്ന എലപ്പള്ളി പ്രദേശത്ത് കമ്പനി പ്രവർത്തിക്കുവാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകി അവരെ മടക്കി അയക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടുന്നത്. ഒരു കാരണവശാലും കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന MLA തിങ്കളാഴ്ച, അതായത് ഇന്ന്, യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംസാരിച്ചത് കേൾക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ കുംഭകോണങ്ങളിലൊന്ന്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമര പരിപാടിയുമായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ സമരത്തെ നേരിടുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ജലപീരങ്കിയിലെ വെള്ളം കിട്ടിയാൽ പോലും കുടിവെള്ളമായി ഉപയോഗിക്കേണ്ടുന്ന ദയനീയമായ സാഹചര്യമുള്ള ഒരു നാടാണ് പാലക്കാട്. അതിരൂക്ഷമായ ജലപ്രതിസന്ധി നേരിടുന്ന, ഞാൻ ആ പ്രദേശത്തിൻ്റെ ഒരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. ജനങ്ങൾ പൊന്നിൻ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങുന്ന ഒരു നാട്ടിൽ പ്രതിദിനം കോടാനുകോടി ലിറ്റർ ജലം ഊറ്റിയെടുത്ത് അത് മദ്യമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക്, ഒയാസിസ് എന്ന ഈ രാജ്യത്തെ പല സർക്കാരുകളും കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ 48 മണിക്കൂറിന് ശേഷം മാത്രമാണ് അത് ഉത്തരവായി മാറുന്നത്. എന്നാൽ ഒയാസിസിന് കരാർ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം 24 മണിക്കൂർ പോലും എടുക്കാതെയാണ് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നത്. 1-ാം തീയതി സംസ്ഥാന മന്ത്രിസഭ കൂടി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പുനരധിവാസത്തിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതൊരു ഉത്തരവാകുവാൻ 16 ദിവസം എടുത്ത നാട്ടിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഒരു മദ്യ കമ്പനിക്ക് വഴിവിട്ട കരാറ് കൊടുക്കുവാൻ വേണ്ടി 24 മണിക്കൂർ പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഡർട്ടി ഹേസ്റ്റ്, ആ അഗ്ലി ഹേസ്റ്റ് ഈ നാട്ടിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒയാസിസ് എന്ന ഈ കമ്പനി പാലക്കാട് തെരഞ്ഞെടുപ്പിലെ CPMന്റെ ചീഫ് പാർട്ണറായിരുന്നു, ചീഫ് സ്പോൺസറായിരുന്നു. CPM 3ാം സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. അവിടെ UDFന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ വലിയ പ്രചണ്ഡ പ്രചരണങ്ങൾ, അത് കട്ടൗട്ടുകളുടെ രൂപത്തിലാകട്ടെ, പോസ്റ്ററുകളുടെ രൂപത്തിലാകട്ടെ, ബോർഡുകളുടെ രൂപത്തിലാകട്ടെ, BJPക്കാർക്ക് കൊടുത്ത പർച്ചേസ് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ, ഹോർഡിങ്ങുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ, എല്ലാ രീതിയിലും അവിടെ ഏറ്റവും അധികം പണം ചെലവഴിച്ചു CPM. ഈ പണം
ബഹുമാന്യനായ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താകുമെന്ന് ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, ആ തിരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ലാവിഷായി പണം ചിലവഴിച്ചത് ഒയാസിസിന്റെ പണം കൊണ്ടാണ്. അവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും ഒയാസിസിന്റെയും സ്ഥാനാർത്ഥിയാണ് നമുക്ക് പരാജയപ്പെടുത്തേണ്ടി വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പണമിറക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഒയാസിസ് എന്ന ഈ രാജ്യത്ത് ഡൽഹിയിൽ ആ ഉത്തരവിനകത്ത് കൊടുത്തിരിക്കുന്ന താമ്രപത്രമുണ്ടല്ലോ, ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ശ്ലാഘനീയമായി പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും ബൃഹത്തായ കമ്പനിയുടെ പ്രത്യേകത എന്താ? ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളപ്പണ കേസിൽ ജയിലിൽ കിടന്നയാളാണ്. ഈ കമ്പനിയാണ് ഡൽഹിയിലെ മദ്യനയ അഴിമതിയിൽ 100 കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിയാണ്. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ജലചൂഷണത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാർ നിരോധിച്ച കമ്പനിയാണ് ഇടതുപക്ഷ സർക്കാർ ചുവന്ന പരവതാനി പിരിച്ച് കേരളത്തിലേക്ക് ആനയിച്ചിരിക്കുന്നത്. നാട്ടിലെ സകല തട്ടിപ്പുകാരുടെയും കാവലാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറുമ്പോൾ ആ തട്ടിപ്പ് കമ്പനികൾക്ക് പിണറായി വിജയനെ മുട്ടിച്ചു കൊടുക്കുന്ന ഏജന്റിന്റെ പണിയാണ് ശ്രീ MB രാജേഷ് എന്ന കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത്. നാളുകളിൽ പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനം കിട്ടുവാൻ വേണ്ടി ഇങ്ങനെ ഈ നാടിനെ കുരുതി കൊടുക്കുന്ന, ഈ നാടിനെ തൂക്കി വിൽക്കുന്ന ശ്രീ MB രാജേഷിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യം തീർത്ത് പറയാം, ഏതെല്ലാം കരാറിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട്ടെ ഒയാസിസിന്റെ കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനിക്ക് പ്രവർത്തിക്കുവാൻ പാലക്കാടിന്റെ മണ്ണിൽ ഒരു കാരണവശാലും അനുവാദം കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല. ഒരു കാരണവശാലും ആ കമ്പനി അവിടെ പ്രവർത്തിപ്പിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. MB രാജേഷ് വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കുറച്ചൊക്കെ ചെലവായിട്ടുണ്ടാകാം, അത് നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി. ബാക്കി പണം ആ കമ്പനിക്ക് തിരികെ കൊടുത്തിട്ട് ഏറ്റവും മാന്യമായി കേരളത്തോട് മാപ്പ് പറഞ്ഞ ഈ അഴിമതിക്ക് എതിരായി പ്രോസിക്യൂഷന് വിധേയനായി അദ്ദേഹം മാറി നിൽക്കുന്നില്ലാത്ത പക്ഷം അതിശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇന്നലെ ആ പ്രദേശത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്ന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ച് നിയമസഭയിലേക്ക് നടക്കുകയാണ്. അടുത്ത ദിവസം കേരള നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം കേരള നിയമസഭയിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ചുകളുണ്ട്. മന്ത്രിമാർക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയാം, ഈ അഴിമതിക്ക് കൂട്ടുനിന്ന മന്ത്രിമാർക്ക് സ്വൈര്യമായി, ആവർത്തിക്കുന്നു, സ്വൈര്യമായി ഇറങ്ങി നടക്കുവാനുള്ള അനുവാദം യൂത്ത് കോൺഗ്രസ് കൊടുക്കുകയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.